ഹലോ ഗൈസ്, ഇന്നൊരു വിഷു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ആ കണി കണ്ടപ്പം മനസ്സിലുണ്ടായ ആ ഒരു കുളിർമ, ആ വിളക്കിന്റെ നാളത്തിൽ ഭഗവാന്റെ പുഞ്ചിരിച്ച് നിൽക്കുന്ന മുഖം കാണാൻ എന്ത് രസാ. അച്ഛൻ ദേവയുടെ പൊട്ടിക്കാനുള്ള പടക്കം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അമ്മയുടെ നെയ്യപ്പം ചുടണം തിരക്കിലാണ്. അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങിട്ടോ. എന്തേ അറിയില്ല, ഇന്ന് ഭയങ്കര ക്ഷീണം. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഞാൻ വീണ്ടും എണീറ്റു. അങ്ങനെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ രണ്ടാളും ഈ കോമ്പൗണ്ടിലുള്ള എല്ലാ വീട്ടിലെയും കണി കാണാൻ പോവാണേ. എല്ലാ വീട്ടിലെ കണിയും അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ കുട്ടിമായും പിള്ളേരും. കണിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മയും അച്ഛനും കൂടെ സദ്യ വട്ടങ്ങളൊക്കെ സെറ്റാക്കി. അച്ഛനാണ് എല്ലാ വർഷവും പായസം ഉണ്ടാക്കാറ്, സേമിയ പായസമാണേ. അങ്ങനെ ഞാൻ പോയി ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ ഒട്ടും കാത്തുനിന്നില്ല, വേഗം അങ്ങ് ഇട്ടു. അച്ഛൻ ഓരോന്നോരോന്നായി ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചു. ആ സാമ്പാറിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ വായിൽ കപ്പലോടുന്നു. എത്ര നാളായി അമ്മ ഉണ്ടാക്കി സദ്യ ഉണ്ടിട്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. അമ്മേൻ്റെ സാമ്പാർ അടിപൊളിയാട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങ് സദ്യ ഉണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ്. അങ്ങനെ സദ്യ കഴിഞ്ഞ് ഇല മടക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കാത്തു നിൽക്കുക ഉച്ചക്കത്തെ കോമ്പല പൊട്ടിക്കാൻ. സിദ്ധുവിന് പടക്കം ഭയങ്കര പേടിയാട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അനിയനല്ലേ, അങ്ങനെ വരുള്ളൂ. ചെറുപ്പത്തിലൊക്കെ ഞാൻ എന്തായിരുന്നു. അച്ഛൻ പെട്ടെന്നായിരുന്നു തീ കൊളുത്തിയത്. അതിൻ്റെ വെപ്രാളം വീഡിയോയിൽ കാണാനുമുണ്ട്. സിദ്ധു പടക്കം പൊട്ടി. അങ്ങനൊരു സന്ധ്യാസമയമൊക്കെ ആയപ്പോൾ സുനീഷേട്ടനും പൂജച്ചേച്ചിയും കൂടെ വന്നേ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ. പിന്നെ അവർ പോയതിന് ശേഷം വിളക്കും കത്തിച്ചു. ഇതൊക്കെയായിരുന്നു എൻ്റെ വിഷുദിന വിശേഷങ്ങൾ.